സയ്യാറ ഡയറക്റ്റഡ് ബൈ മോഹിത് സൂരി. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും സങ്കൽപ് സദന, അതുപോലെ തന്നെ ഡയലോഗ്സ് റോഹൻ ശങ്കറാണ്. രോഹിത് സൂരി നമുക്കറിയാം ആഷിക്കി 2 ഒക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ആഷിക്കി 2 എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് സിനിമയാണ്. സോ മോസ്റ്റ്ലി അങ്ങനെ ഇന്ത്യ സിനിമ പ്രിഫർ ചെയ്യാറില്ല, പക്ഷേ നല്ല രസമുള്ള സിനിമകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. സോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള റിവ്യൂ നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിവ്യൂവും റീൽസും കുറേ കോമഡി റീൽസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആക്ച്വലി സയ്യാറ എന്ന് പറഞ്ഞ സിനിമയിലത്തേക്ക് പോയത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ആഷിക്കി 3 എന്ന് പറഞ്ഞിട്ടായിരിക്കണം പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ആഷിക്കി 3 എന്ന് പറയുന്ന പേര് കിട്ടാത്തതുകൊണ്ട് സയ്യാറ എന്ന് പറയുന്ന ഒരു പേര് എഴുതാനാണ് സാധ്യത. കാരണം സെയിം ടെംപ്ലേറ്റിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറി, സെയിം ടെംപ്ലേറ്റ് ഇൻ ദ സെൻസ് വന്നിട്ട് നമ്മൾ പറയില്ലേ സെയിം ടെംപ്ലേറ്റ്, അതായത് ആഷിക്കി 2 ഞാൻ കണ്ടിട്ടില്ല. സോ ആഷിക്കി 2 എന്താണോ അതിൻ്റെ ടെംപ്ലേറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ വന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി സയ്യാറ. പക്ഷെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു നോട്ടബ്ലി ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ആവുന്നത് മീൻസ് ഒറ്റൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. പ്രേമം ഏത് കാലത്തായാലും അതൊരു പൈൻക്ലി സബ്ജക്റ്റ് ആണ്. എപ്പോഴായി കഴിഞ്ഞാലും അതിനൊരു പേസ് വേണം, എപ്പോഴായി കഴിഞ്ഞാലും അത് കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ള പെർസ്പെക്റ്റീവിലായിരിക്കണം ഇതിപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തും ഇത് വർക്കൗട്ട് ആവുന്നത്. പേഴ്സണലി എനിക്കും ഒരു പരിധി വരെ സിനിമ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് വേണ്ടിക്കലും പറയാം. സ്റ്റാറിങ് അഹാൻ പാണ്ഡെ, അതുപോലെ തന്നെ അനീത് പദ, ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ മെയിൻ. ഈ രണ്ട് ആൾക്കാരെ ശരിക്കും ഈ സിനിമേൻ്റെ അകത്ത് വേണ്ടു. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഈ അഹാൻ ആയിക്കഴിഞ്ഞാലും ശരി, അനീത് പാണ്ഡെ ആയിക്കഴിഞ്ഞാലും അനീത് പദ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, എസ്പെഷ്യലി വന്നിട്ട് അനീതിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി വന്നിട്ട് ഭയങ്കര ഇമോട്ട് ചെയ്യേണ്ട ക്യാരക്ടറാണ്. രണ്ടുപേരും ഇമോഷൻ ഹാൻഡിൽ ചെയ്യണം, പക്ഷെ സ്റ്റിൽ കുറച്ചുകൂടി വന്നിട്ട് എൻഹാൻസ് ചെയ്യേണ്ട ആൾക്കാർ അനീത്. രണ്ടുപേർക്കും രണ്ട് ടൈപ്പ് ഓഫ് ഇമോഷൻസ് വരുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു രസമുള്ള പരിപാടി എന്ന് വെച്ചാൽ ആ ഒരു ടെംപ്ലേറ്റ് അത് തന്നെ, അതായത് നമ്മുടെ തും ഹി ഹോ ഒക്കെ സോങ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു ആഷിക്കി 2, അതേപോലെ തന്നെ ഒരു പാട്ട് പിടിക്കുന്നു. ആ പാട്ടിനോട് ചേർന്ന് മിക്സ് ചെയ്ത് ഈ സിനിമ കംപ്ലീറ്റ്ലി പോകുന്നു. ഈ സിനിമേൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം പാട്ടുകളുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, പല പാട്ടുകൾ വരുന്നുണ്ട്, ഒരു ബാർ സോങ്, ഒബ്വിയസ്ലി ആഷിക്കി 2 പോലെ തന്നെയുള്ള എല്ലാ സംഭവങ്ങളും. പക്ഷേ ഒരു കോർ കണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് വ്യത്യാസപ്പെടുത്തിയെന്ന് വെച്ചാൽ ഈ സിനിമയിൽ വ്യത്യാസപ്പെടുത്തി അതൊരു പുതിയ കണ്ടന്റ് എന്ന് വെച്ചാൽ പുതിയ കണ്ടന്റ് എന്നല്ല, പഴയ കണ്ടന്റ് തന്നെയാണ് അതും. സിനിമാറ്റോഗ്രാഫി ആക്ച്വലി വികാസ് ശിവരാമനാണ്. എഡിറ്റർ രോഹിത് മക്വാന ആൻഡ് ദേവേന്ദർ മുരുടേശ്വർ എന്ന് പറയുന്നത്. മ്യൂസിക് ഒരു ലോഡ് ആൾക്കാരുണ്ട്. മിഥുൻ, തനിഷ്ക്, അതുപോലെ തന്നെ സഞ്ജീത്, ഋഷഭ് കാന്ത്, വിശാൽ മിശ്ര, ഫഹീം അബ്ദുള്ള, അസ്ലൻ നിസാമി ആൻഡ് സ്കോർ ചെയ്തിട്ടുള്ളത് ജോൺ സിവോട്ട് ആണ്. ഒരുപാട് പാട്ടുകളുണ്ട്. ഏത് പാട്ട് ആരാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ 1-2 പാട്ടുകൾ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. അത് തിയേറ്ററിൽ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വളരെ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എന്താ പറയുക, ഒരു ലവ് സ്റ്റോറിക്ക് ഉണ്ടാവുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു സ്ലോനെസ്സും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലാണ്. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് മോസ്റ്റ് ഓഫ് ദ അഭിപ്രായം വന്നിട്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിരുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫിനാണ് കുറച്ചും കൂടി എനിക്ക് ഫസ്റ്റ് ഹാഫ് ബെറ്റർ ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മേ ബി എൻ്റെ പ്രതീക്ഷകൾ വേറെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് മേ ബി എനിക്ക് എന്താ പറയുക സെക്കൻഡ് ഹാഫ് അത്ര അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. ബട്ട് സ്റ്റിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് മേ ബി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് നമുക്ക്, പക്ഷേ ഞാൻ പറഞ്ഞില്ല ആഷിക്കി 2 തന്നെയാണ് സിനിമ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് എന്തെങ്കിലും ഒരു സിനിമ മാറ്റം വരുത്തിനോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ആഷിക്കി 2 എന്താണോ അത് തന്നെയാണ് സിനിമ. ആഷിക്കി 2 എനിക്ക് തോന്നുന്നു 2012 സംതിങ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. അറൗണ്ട് 13 years ലേറ്റ് നമ്മൾ ഈ സിനിമ ഇറങ്ങുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ കണക്ഷൻ, ലവ് എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കും എന്നുള്ള മഹത്തരമായിട്ടുള്ള ഒരു മെസ്സേജും ഈ സിനിമ തരുന്നുണ്ടെന്ന് തോന്നി. എസ്പെഷ്യലി ഞാൻ പറയട്ടെ, ബോത്ത് ഇങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്ത് ഹീറോയിൻ അത്രത്തോളം കിട്ടലായിട്ട് അഭിനയിക്കുന്നു. വളരെ നന്നായിട്ട് ഒരു ബാർ സിംഗർ, പുള്ളിയുടെ മോഹിത് സൂരിയുടെ മെയിൻ സാധനം തോന്നുന്നുണ്ട് ഈ പരിപാടിയൊക്കെ. ബാർ സിംഗർ, ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. ആഷിക്കി 2 ആണെങ്കിൽ അവൻ ഭയങ്കര വലിയ സിംഗറാവും. അതിനകത്തൊരു കോൺസ്റ്റന്റ് പെയിൻ ഉണ്ടാവും ആഷിക്കി 2-നകത്ത്. ഇവർ രണ്ടുപേരും എക്സ്ട്രീംലി ഭയങ്കരമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ, ഇതിനകത്തൊരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രീം പെയിൻ ആണ്. അതായത് ഒരാൾക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു പെയിൻ മറ്റേ ആൾക്ക് വന്നിട്ട് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യണമെന്നില്ല എന്നുള്ള പെർസ്പെക്റ്റീവാണ് ആക്ച്വലി ഈ സിനിമ പോകുന്നത്. പക്ഷേ അത്
ആൻ വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആ പേരും വളരെ നന്നായിട്ട് തോന്നുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പാട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഓവറോൾ സയ്യാര വന്നിട്ട് ആഷിക്കി 2നോളം എനിക്ക് കൺവിൻസിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രണയം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരുപോലെ ആണ് എന്നുള്ളതിൻ്റെ അത് എല്ലാവർക്കും കണക്ട് ആവുന്ന രീതി ഏത് കാലഘട്ടത്തിലായാലും അത് ഒരുപോലെ തന്നെ കണക്ട് ആവും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് മേ ബി PR ആണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പോയി ഇതിൻ്റെ റീൽസും കാര്യങ്ങളെല്ലാം വന്നിട്ട് കുറേയൊക്കെ അവർക്ക് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. സോ സയ്യാര വൺ ടൈം കാണാൻ പറ്റിയ ഒരു നല്ലൊരു ലവ് സ്റ്റോറി. ഇൻ ദ സെൻസ് ഒരു ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ബേണിംഗ് ആയിട്ടുള്ള കുറച്ച് ക്രിഞ്ചുള്ള ലവ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒബ്വിയസ്ലി ആഷിക്കി 2 അതുണ്ടല്ലോ. ആസ് ഐ സെഡ് മുമ്പേ പറഞ്ഞ പോലെ അതങ്ങനെയാണ്. സ്റ്റോറീസ് ലൈക്ക് ദാറ്റ്. അത് ആ ഒരു സ്ലോനെസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഈവൻ സീതാറാമും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നന്നായിട്ട് ഒരു തവണ കണ്ട് ഇറങ്ങാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി സയ്യാര ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് സയ്യാര ഇൻ യുവർ തിയേറ്റേഴ്സ്.